വെൽക്കം ബാക്ക് അബ്ബ ലവ് ആൻഡ് കുക്കിംഗ് സ്റ്റോറീസ്. ഞാൻ റോഫ്. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് കാരവടയുടെ റെസിപ്പിയാണ്. നമുക്ക് 4 മണി ചായയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാനായിട്ട് പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഞാനിത് ഏത് രീതിയിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് എന്റെ വീഡിയോസ് മുഴുവനായിട്ട് വാച്ച് ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. ഞാൻ ആദ്യം അരക്കപ്പ് പച്ചരിയും അതുപോലെ തന്നെ 2 വറ്റൽമുളകും ഒരു 2 മണിക്കൂർ നേരം കുതിർത്തെടുത്താണ് കേട്ടോ. നന്നായിട്ട് കുതിർത്തെടുക്കണം. എന്നിട്ട് നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ടിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ആദ്യം നമ്മൾ ഇതിലോട്ടുള്ള വെള്ളം എല്ലാം ഒന്ന് ഡ്രൈൻ ചെയ്തെടുത്ത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലോട്ട് വെള്ളമൊന്നും ആഡ് ചെയ്യാതെയാണ് ഞാനിതിനെ ആദ്യം അരച്ചെടുക്കുന്നത്. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ അരച്ചെടുക്കാൻ. അതുപോലെ ഈ വറ്റൽമുളക് ഇതിലോട്ടായിട്ട് ആഡ് ചെയ്യുന്നത് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു ലൈറ്റ് റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ആഡ് ചെയ്യുന്നത്. ഇത് കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് ഞാൻ ഇതിനെ ആദ്യം അരച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കൂടാതെ ശ്രദ്ധിക്കണം കേട്ടോ, വെള്ളത്തിൻ്റെ അളവ് കൂടരുത്. എന്നിട്ട് ഈ ഒരു രീതിയിൽ വേണം നമ്മൾ അരച്ചെടുക്കാൻ. ഇതുപോലെ ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് ഇനി നമുക്ക് ഇതൊരു ബൗളിലോട്ട് മാറ്റി വെച്ച് കൊടുക്കാം. അടുത്തതായി നമുക്ക് ഇതേ ജാറിലോട്ട് തന്നെ 1/4 കപ്പ് അളവിൽ ഉഴുന്നുപരിപ്പ് ഒരു 2 മണിക്കൂർ നേരം ഞാനിവിടെ സോക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഉഴുന്നുപരിപ്പ് ഇതുപോലെ തന്നെ ഡ്രൈൻ ചെയ്തെടുത്ത് നമുക്ക് വെള്ളമൊന്നും ആഡ് ചെയ്യാതെ ഈ ഒരു രീതിയിൽ വേണം അരച്ചെടുക്കാൻ കേട്ടോ. നമ്മൾ ഡ്രൈ ചെയ്തെടുത്ത് അതേ രീതിയിൽ തന്നെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് ആ ഒരു രീതിയിൽ നമുക്കിതിനെ നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മൾ വടക്കൊക്കെ അരച്ചെടുക്കുമല്ലോ, ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഉഴുന്നുപരിപ്പ് അരച്ചെടുക്കാൻ. ഈ ഒരു രീതിയിലാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. ഇത് കണ്ടില്ലേ, വളരെ തിക്കായിട്ടാണ് കേട്ടോ ഞാനിവിടെ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള അരി മിക്സിലോട്ട് ഇതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കണം. ഇനി നമുക്ക് അതേ ജാറിലോട്ട് തന്നെ 1/4 കപ്പ് അളവിൽ കടലപ്പരിപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കടലപ്പരിപ്പ് ഞാനിവിടെ ഇതുപോലെ 2 മണിക്കൂർ നേരം സോക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. എന്നിട്ട് അതിൽ നിന്നൊരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഞാനിവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ച് ഫൈനായിട്ട് നേരത്തെ അരച്ച പോലെ ഇത് അരച്ചെടുക്കണ്ട. ഇതുപോലെ ഒരു തരിതരിപ്പായിട്ട് വേണം നമ്മളിതിനെ അരച്ചെടുക്കാൻ. ഇതും കൂടി നമുക്ക് ഇതേ ബൗളിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള 2 ടേബിൾ സ്പൂണ് കടലപ്പരിപ്പുണ്ടല്ലോ, അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചേർക്കുന്നത് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഒരു സമയം നമ്മളിത് ഫ്രൈ ചെയ്തെടുത്ത് കടിക്കുമ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റ് ആവും. ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ അതിന് വേണ്ടിയിട്ടാണ് ഇതേ രീതിയിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ 2 തണ്ട് കറിവേപ്പില ഇതുപോലെ മുറിച്ചെടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 പച്ചമുളക് ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 2 വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു 4 ചെറിയ ഉള്ളി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഇതുപോലെ അരിഞ്ഞെടുത്ത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. അതിന് മുമ്പായിട്ട് നമുക്കിതിലോട്ടൊരു 8 മണി കുരുമുളക് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് ആഡ് ചെയ്ത് കൊടുക്കണം. ഫ്രഷായിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. അതുകൂടി ചേർത്താൽ നല്ലൊരു ഫ്ലേവർ ആവട്ടോ. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു നുള്ള് കായത്തിൻ്റെ പൊടി കൂടി ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണമെങ്കിൽ ചെയ്യാട്ടോ. ഈ ഒരു രീതിയിൽ ചെയ്താൽ നല്ലൊരു ടേസ്റ്റ് ആവട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. ഈ ഒരു രീതിയിൽ എല്ലാ ഭാഗത്തോട്ടും ഈ മിക്സ് എല്ലാം എത്തുന്ന രീതിയിൽ നമുക്കിതിനെ മിക്സ് ആക്കി എടുത്ത് ഇതിലോട്ട് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ആക്കിയെടുത്ത് നമുക്കിതിനെ ഒരു 10 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. ആ സമയം കൊണ്ട് തന്നെ നമുക്ക് എണ്ണ ചൂടാകാനായിട്ടും വെക്കാം. ഞാനിവിടെ പാം ഓയിലാണ് ഉപയോഗിക്കുന്നത്. പാം ഓയിലിലോട്ട് നമുക്ക് ഇതുപോലെ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇത് കണ്ടില്ലേ, ഒരു സ്പൂൺ ഉപയോഗിച്ച് വളരെ കുറച്ച് മാത്രമേ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഒരു സ്പൂൺ ഉപയോഗിച്ച് വളരെ കുറച്ചായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് ഈ ഒരു രീതിയിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇത് കണ്ടോ, നന്നായിട്ട് തന്നെ ഇത് നമുക്ക് പൊങ്ങി വരും. ഈ ഒരു രീതിയിലാവും നമ്മുടെ ഈ ഒരു കാരവടയുടെ പരുവെന്ന് പറയുന്നത്. ഇത് വളരെ ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇത് നമുക്ക് കട്ടൻ ചായയുടെ കൂടെ എല്ലാം കഴിക്കാനായിട്ട്. ഈ ഒരു രീതിയിൽ ഞാൻ ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ നമുക്കിത് മുഴുവനായിട്ട് ഇവിടെ പൊരിച്ചെടുത്ത് മാറ്റി വെക്കാം. ഈ ഒരു സമയം ഞാനിതിനെ നന്നായിട്ട് ഡ്രൈ ഫ്രൈ ചെയ്തെടുത്തിട്ടില്ല കേട്ടോ. ഇതൊരു ലൈറ്റ് ഷെയ്ഡ് കണ്ടില്ലേ, ഇതിൻ്റെ കളർ തന്നെ ഒരു ലൈറ്റ് യെല്ലോ കളറിലാണ് ഞാനിതിനെ പൊരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുള്ളത്. ഇനി ഞാനിത് മുഴുവനായിട്ട് പൊരിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിനെ ഒന്നുകൂടി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആവട്ടോ. ഇതിൻ്റെ ഉൾഭാഗം നല്ലൊരു പഞ്ഞി പോലെയും അതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും കിട്ടാനും അതുപോലെ തന്നെ നല്ലൊരു കളറായി കിട്ടാനും ഈ ഒരു രീതിയിൽ നിങ്ങളിതിനെ ഫ്രൈ ചെയ്തെടുക്കണം. നിങ്ങൾ ഹോട്ടലിലൊക്കെ
കഴിക്കുന്ന വടയൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഈ ഒരു രീതിയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളും ചെയ്തെടുത്ത് നോക്കും, നല്ല ടേസ്റ്റ് ആവട്ടോ അത് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാനിതിനെ ഈ ഒരു രീതിയിൽ വീണ്ടും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ലൊരു കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കാം. ഈ ഒരു രീതിയിൽ ഞാനിത് മുഴുവനായിട്ട് ഇവിടെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ചട്നിയുടെ കൂടെയും സാമ്പാറിൻ്റെ കൂടെയും എല്ലാം ഡിപ്പ് ചെയ്ത് കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. 4 മണി ചായയുടെ കൂടെ ഈ ടേസ്റ്റി ആയിട്ടുള്ള കാരവട ഉണ്ടാക്കി നോക്കി അതിന്റെ ഫീഡ്ബാക്ക് താഴെ കാണുന്ന കമന്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്